ഗസയിൽ നിന്ന് പലായനം ചെയ്തു പോയി ചുണ്ടുവരണ്ട് തൊണ്ട പൊട്ടി ദാഹജലം കിട്ടാതെ വലഞ്ഞ മനുഷ്യർക്ക് 3000 ലിറ്റർ വെള്ളം എത്തിച്ചു കൊടുത്തത് ഒരു മലയാളിയാണ്. രേഷ്മ എന്നാണ് പേര്, വയനാട്ടുകാരിയാണ്. ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ പ്രത്യുഷ് എന്ന് പറയുന്നൊരു സഹോദരൻ തൻ്റെ കുട്ടിക്ക് അരികിട്ട പാത്രത്തിൽ ആ കുഞ്ഞു വിരൽ പിടിച്ച് അക്ഷരമെഴുതിച്ചത്, ആ കുഞ്ഞു നാവിൽ ഹരിശ്രീ കുറിക്കുമ്പോൾ 2 അക്ഷരം കുറിച്ചത് ഗസ എന്നാണ്. ആ മലയാളികളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചത്. ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യക്കാരൻ ഇന്ത്യ എത്രമാത്രം അവകാശപ്പെട്ടതാണോ അതുപോലെ ഫലസ്തീനിക്കും ഫലസ്തീൻ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ഗസയിൽ ഇപ്പോൾ തകർക്കപ്പെട്ടെങ്കിലും മുമ്പ് അൽ അസ്ർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയുടെ പേര് ജവഹർലാൽ നെഹ്റു ലൈബ്രറി എന്നുള്ളതാണ്. PLO എന്ന് പറയുന്ന ഫലസ്തീനിൻ്റെ ഗസയുടെ ഭരണകൂടം, ഫലസ്തീൻ്റെ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അറബ് രാഷ്ട്രമല്ലാതെ 1960 ലോകത്താദ്യമായി ഫലസ്തീന് ഒരു നയതന്ത്ര കാര്യാലയം അനുവദിച്ചത് ഇന്ത്യ മഹാരാജ്യമാണ്. ആ ഇന്ത്യയുടെ ചരിത്രം അറിയാത്തവരാണ് 3 നിമിഷം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ നെഞ്ചത്തേക്ക് ഇസ്രയേൽ ബോംബിട്ട് കരിഞ്ഞ് പിടഞ്ഞ് മരിച്ചുപോയ കുട്ടിയുടെ ചിത്രം പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുമ്പോൾ, സാമൂഹിക മാധ്യമങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ജയ് ഇസ്രയേൽ എന്ന് വിളിക്കുന്ന, ജയ് നെതന്യാഹു എന്ന് വിളിക്കുന്ന, ഭീകരവാദികൾ മരിക്കട്ടെ എന്ന് വിളിക്കുന്ന ഇന്ത്യക്കാരന് ഗാന്ധിജിയുടെ പാരമ്പര്യം അറിയില്ല, വയനാട്ടിലെ രേഷ്മയുടെ പാരമ്പര്യം അറിയില്ല, പ്രത്യുഷിൻ്റെ പാരമ്പര്യം അറിയില്ല, മലയാളിയുടെ പാരമ്പര്യം അറിയില്ല. അവരെ നയിക്കുന്നത് വെറുപ്പിൻ്റെ ചില വികാരങ്ങൾ മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഫലസ്തീനിൻ്റെ ടങ്കറുകൾ വെടിയുതിർക്കുമ്പോൾ കവട കൊണ്ട് പ്രതിരോധിച്ചൊരു കുട്ടി 3 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുട്ടിയെ ഇസ്രയേലി പട്ടാളക്കാർ പിടിച്ചിട്ട് ഈ 3 വയസ്സുകാരൻ ഇത്രയും കടുത്ത പ്രതിരോധത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചത് ആരാണെന്നറിയാൻ കുട്ടിയെ കൈവിലങ്ങ് വെക്കുന്നത് പോലെ തടഞ്ഞു കൊണ്ടുപോയി ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറഞ്ഞു, എന്നെ പഠിപ്പിച്ചയാളിന് ഞാൻ കാട്ടിത്തരാം. പട്ടാളക്കാർ ആ കുട്ടിയുടെ പുറകെ ചെന്നു. അപ്പോൾ ആ കുട്ടി കാട്ടിക്കൊടുത്തത് ഒരു 4 വയസ്സുകാരനായ കുട്ടിയാണ്. ആ പ്രതിരോധത്തെ പരാജയപ്പെടുത്താനാകില്ല. ആ പ്രതിരോധത്തെ ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ല. കഴിഞ്ഞ ദിവസം ഗസയുടെ വെടിനിർത്തലിൻ്റെ സമാധാന സന്ദേശത്തെ ലോകത്തെ അറിയിച്ച ജഫറാഫിയെ ഇസ്രയേൽ പട്ടാളം വധിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ചിത്രവും വാർത്തയും ലോകത്ത് ശ്രദ്ധ നേടിയതിൻ്റെ ഒപ്പം ഒരു ചിത്രം കൂടി ലോകത്ത് ശ്രദ്ധ നേടി. അത് അദ്ദേഹം തൻ്റെ പ്രസ് ജാക്കറ്റ് 10 വയസ്സിൽ താഴെ മാത്രമുള്ളൊരു കുട്ടിയെ അണിയിക്കുന്ന ചിത്രമാണ്. ഇനി മരിച്ചു വീടുന്ന കരിഞ്ഞൊടുങ്ങുന്ന മനുഷ്യരുടെ കഥകൾ പറയാൻ എൻ്റെ ഈ കുട്ടി, 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഈ കുട്ടി പത്രമായി ശബ്ദമായി മനുഷ്യരോട് സംസാരിക്കുമെന്ന് പഠിപ്പിച്ച ഒരു പ്രതിരോധത്തെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിനും കഴിയില്ല. അവർക്ക് ജയ് വിളിക്കുന്ന ഒരു മലയാളിക്കോ ഇന്ത്യക്കാരനോ കഴിയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.